ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകളായതുമാണ്. എന്റെ ഒരു ചോദ്യം വിനോദ് സാർ, എന്താണ് ഈ ലോക രാജ്യങ്ങളൊക്കെ ഇത്രയേറെ വർണ്ണിക്കാൻ മാത്രം നമ്മുടെ ബ്രഹ്മോസ് മിസൈലിനുള്ള പ്രത്യേകത? പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചു എന്നാണ് നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പാകിസ്ഥാനിൽ അർദ്ധരാത്രി സൂര്യൻ ഉദിക്കാൻ കാരണം? അവിടെയാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ പതിച്ചതാണ് കാരണം. ഇന്ത്യയുടെ ഇതുവരെ സ്ഥിരീകരണമില്ലായിരുന്നു. ഇന്നലെയാണ് അദ്ദേഹം പറഞ്ഞത് ബ്രഹ്മോസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 15ഓളം ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ രണ്ട് കാരണങ്ങളാണ്. ഒരു വലിയ വിദേശകാര്യ ലേഖകൻ പറഞ്ഞിരിക്കുന്നത് യുദ്ധം നിർന്നതിന്റെ ഒരു കാരണം പാകിസ്ഥാൻ തോറ്റത് മാത്രമല്ല, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന്റെ സ്റ്റോക്ക് തീർന്നു എന്നാണ്. ഇപ്പൊ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന്റെ സ്റ്റോക്ക് തീർന്നോ? ഒരു സംശയം. പിന്നെ എന്തുകൊണ്ടാണ് ധാരാളം പേര് ഇപ്പം ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാരേറെയായിരിക്കുന്നത്? വിയറ്റ്നാം നേരത്തെ നമ്മൾ ധാരണ എത്തിയിട്ടുണ്ട്, ഇതിന് മുന്നേ തന്നെ. അപ്പൊ എന്താണ് ധാരണ? എന്താണ് ഈ ബ്രഹ്മോസ് മിസൈലിനെ ഈ ലോകം ഭയക്കുന്നതിന്റെ കാരണം? എന്താണ് ഈ ബ്രഹ്മോസ് മിസൈലിന്റെ പ്രത്യേകത? അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഈ ബ്രഹ്മോസ് മിസൈൽ. ഇത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ജോയിന്റ് വെഞ്ചറാണ്. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നദി, അതുപോലെ ഈ മോസ്കനോവ എന്ന് പറഞ്ഞ റഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ്. ഇത് രണ്ടിന്റെയും പേരിന്റെ ആദ്യമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് അതിന്റെ കാരണം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ വലിയ മിസൈലുകൾക്കൊക്കെ അത്ര വലിയ സ്പീഡ് പൊതുവെ ഇല്ല. സാധാരണ നമ്മളെ കൺവെൻഷണൽ വാർഫെയർ എന്ന് പറയും, അതായത് നമ്മൾ വലിയ ദൂരത്തിൽ പോകാതെ സഞ്ചരിക്കുന്ന മിസൈലുകളുടെ സ്പീഡ് പൊതുവെ കുറവാണ്. ആ സ്പീഡ് കുറവായതുകൊണ്ടാണ് ഇവരെ പലപ്പോഴും നമ്മുടെ ഈ മിസൈൽ വേദ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് നശിപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ സ്പീഡ് ഏറ്റവും സ്പീഡ് കൂടിയ മിസൈൽ, സാധാരണ ഉപയോഗിക്കുന്ന മിസൈൽ ഇതിനേക്കാൾ സ്പീഡ് കൂടിയത് ഇല്ലെന്നല്ല, സാധാരണ ഉപയോഗിക്കുന്ന മിസൈലുകളിൽ വളരെ സ്പീഡാണ്. 3x ആണ്. ഈ 3x എന്ന് പറഞ്ഞാൽ 3 മാക് എന്ന് പറയും. മാക് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ, അതായത് ശബ്ദത്തിന്റെ വേഗത, അതാണ് മാക്. നമ്മളിപ്പോ ഇവിടെ നിന്ന് വിളിച്ച വളരെ ഇച്ചിരി ദൂരെയാണ് അല്ലെങ്കിൽ ഒരാൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കുറെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ മിന്നൽ അടിച്ചിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ഇടി വെട്ടുന്നത്. എന്തായാലും ശബ്ദത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 314 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതിനെയാണ് മാക് വേഗത എന്ന് പറയുക. ഒരു മാക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ വേഗത്തിൽ സഞ്ചരിക്കും. പക്ഷെ ഇത് ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് 2.8 അല്ലെങ്കിൽ 3 മാക് ആണ്. ഇതിന് ഏകദേശം 300 കിലോഗ്രാം വരെ ആയുധം, അതായത് ബോംബ്, 300 കിലോഗ്രാം എക്സ്പ്ലോസീവ് ഇത് ക്യാരി ചെയ്യുന്നുള്ളതാണ്. അതെങ്കിൽ ഇത് കൊണ്ടുപോകും. അതായത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഹൈ എക്സ്പ്ലോസീവ്സ് എന്നാണ് പറയുക. 300 കിലോഗ്രാം ചെന്ന് വീണതിന്റെ ഫലമാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോ ഇതിനകത്ത് അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഇതിന്റെ നാവിഗേഷൻ സിസ്റ്റം ഒരു പ്രത്യേകതയാണ്. ഒരു ഇനേർഷ്യൽ നാവിഗേഷൻ എന്നാണ് പറയുക. ഇനേർഷ്യൽ നാവിഗേഷൻ അല്ലെങ്കിൽ GPS ഗ്ലോണാസ് നാവിഗേഷൻ വിത്ത് ടെർമിനൽ ആക്റ്റീവ് റഡാർ സീക്കർ. ആക്റ്റീവ് റഡാർ സീക്കർ, അതായത് ഒരു റഡാർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ റഡാറിൽ നിന്ന് സിഗ്നൽ വരുമല്ലോ, ആ റഡാറിൽ പോയി തന്നെ അടിക്കും. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നിലത്തോടുകൂടി, ഇപ്പം കടലിൽ കൂടെ പോവുകയാണെങ്കിൽ കടലിനോട് ചേർന്ന് സഞ്ചരിക്കും. നമ്മുടെ ഭൂമി കൂടെ ആണെങ്കിൽ ഭൂമിയോട് ചേർന്ന് സഞ്ചരിക്കുന്നുണ്ട്. റഡാറിൽ കിട്ടൂല. ലോ റഡാർ സിഗ്നലാണ് ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നതാണ് ഏറ്റവും ഭീകരം. അതായത് നമ്മൾ ഈ 300 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കെട്ടിടം അടിക്കാനാണ് തീരുമാനിക്കുന്നത്. 300 കിലോമീറ്റർ, അതിന്റെ പടങ്ങളാണ് നമ്മൾ കണ്ടത്, ചിത്രങ്ങൾ. 300 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കെട്ടിടത്തെ അടിക്കാൻ പോകുമ്പോൾ അതിനകത്ത് അതിന്റെ നടുക്കോട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചോ. നടുക്കോട്ടുമല്ല, അവർക്ക് വേണ്ട മുറിയാണ് അവരടിച്ചത്. ഈ ഒരു വലിയ കെട്ടിടത്തിന്റെ കോംപ്ലക്സിൽ നമുക്ക് വേണ്ട മുറിയിലാണ് ആക്രമണം നടത്തിയെന്നുള്ളതാണ്. എറർ എന്ന് പറയുന്ന 1 മീറ്ററാണ്. ലെസ് ദാൻ എ മീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നിങ്ങളെ ലക്ഷ്യമാക്കിയാൽ നിങ്ങളെ 1 മീറ്ററിന് അടുത്ത് എവിടെയെങ്കിലും അത് വീഴും.
1 മീറ്റർ നിങ്ങളെ കൈ എത്തുന്ന അകലം, 1 മീറ്ററിനകത്ത് 300 കിലോഗ്രാം ബോംബ് വന്ന് വീഴാനുള്ള കേപ്പബിലിറ്റി, വീഴ്ത്താനുള്ള കേപ്പബിലിറ്റി ഇന്ത്യക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ പിൻ പോയിന്റ് പ്രിസിഷൻ എന്നാണ് അതിന് പറയുക. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പിന്നെ നമ്മുടെ ഈ കടലിൽ നിന്ന് വിക്ഷേപിക്കുക. അപ്പൊ കടലിൽ നിന്ന് വിക്ഷേപിക്കുകയാണെങ്കിൽ കടലിന്റെ ആ ഉപരിതലത്ത് അതിന് സീ സ്കിമ്മിങ് എന്നാണ് പറയുക. സീ സ്കിമ്മിങ്, അതായത് കടലിന്റെ പ്രതലത്തിനോട് ചേർന്ന് അത് സഞ്ചരിക്കും. മറ്റതിന്റെ പേര് ടെറൈൻ ഹഗ്ഗിങ് എന്നാണ്. അതായത് നമ്മുടെ ഭൂതലത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ടെറൈൻ ഹഗ്ഗിങ് ആണ്, അങ്ങനെയാണ് അത് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ അതിനെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അതിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തടയാനും പ്രയാസമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിദേശകാര്യ യുദ്ധകാര്യ വിദഗ്ധൻ പറഞ്ഞ ഒരു അബദ്ധം, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ഈ യുദ്ധം നിർത്താൻ കാരണം പാകിസ്ഥാൻ പൊളിഞ്ഞു, അതിന്റെ കൂടെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഈ പറയുന്ന മിസൈലുകൾ തീർന്നുപോയി എന്നാണ് അദ്ദേഹത്തിന്റെ. ഇത് ഇന്ത്യ ഉണ്ടാക്കുകയാണെന്ന് ആലോചിക്കുന്നത്. ഈ അവന്റെ നിന്നാണ് 15 എണ്ണം മേടിച്ച് കൈ വെച്ചിരുന്നെങ്കിൽ അവന് പറയാം സംഭവം സ്റ്റോക്ക് തീർന്നുപോയി, ഞാൻ കൊടുത്തത് 15 ഉണ്ടായിരുന്നുള്ളൂ, തീർന്നു എന്ന് പറയാം. ഇത് പക്ഷെ ഇന്ത്യയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇന്ത്യക്ക് എത്ര ബ്രഹ്മോസ് മിസൈൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതിനെ പറ്റിയുള്ള കണക്കുകളുണ്ട്. ഇത് ആർമിക്കും ഉണ്ട്, നേവിക്കും ഉണ്ട്, എയർഫോഴ്സിനുണ്ട്. ഇത് മൂന്നും ഇപ്രാവശ്യം പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ സൂചനകൾ. നമുക്ക് 5 ബ്രഹ്മോസ് ഓപ്പറേഷണൽ റെജിമെന്റുകളുണ്ട്. ഇത് എല്ലാത്തിനും കൂടെ ചേർന്ന് ഏകദേശം 325 ബ്രഹ്മോസ് മിസൈലാണ് ആർമിയുടെ കയ്യിൽ മാത്രമുള്ളത്. അവരുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 290 മുതൽ 450 വരെ ഉള്ള കിലോമീറ്റർ ദൂരെ അടിക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് പലതരത്തിൽ അടിക്കാം. ആദ്യത്തെ ഇനിഷ്യൽ അറ്റാക്കിന് ഉപയോഗിക്കാം, സിറ്റിക്കകത്തെ കെട്ടിടങ്ങൾ അടിക്കാൻ ഉപയോഗിക്കാം. അതിന്റെ അടുത്ത ലെവലുണ്ട്. അതായത് ഈ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 എന്ന് പറഞ്ഞ 3 ടൈപ്പ് ഉണ്ട് ആർമിക്ക്. ഈ ബ്ലോക്ക് 1 എന്ന് പറയുന്നതാണ് ലാൻഡ് അറ്റാക്കിന് ഉപയോഗിക്കുന്നത്. ഈ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിക്കകത്തൊക്കെയുള്ള സ്പെസിഫിക് പോയിന്റ്സ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ബ്ലോക്ക് 3 എന്ന് പറയുന്ന മലനിരകൾക്കിടയിൽ ഉള്ള സ്ഥാനങ്ങളെ ആക്രമിക്കുക. അതായത് മല ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മലയുടെ മേളിൽ കൂടെ, അത് വളരെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ കൂടെ കയറി ഇറങ്ങാൻ കപ്പാസിറ്റി ഉള്ള, അപ്പൊ അത് ചൈനയുമായിട്ടുള്ള യുദ്ധത്തിന് അത് നമുക്ക് വലിയ ഉപയോഗം ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത് 15 എണ്ണം അല്ല, ആർമിയുടെ തന്നെ 325-ലധികം ഉണ്ടെന്നാണ് കണക്ക്. ഇനി അടുത്ത ഇന്ത്യൻ എയർഫോഴ്സിന്റെ നമ്മുടെ സുഖോയ് 30 വിമാനങ്ങളിലാണ് ഇവ തൽക്കാലം ഘടിപ്പിക്കുന്നത്. അതിനെ ബ്രഹ്മോസ് എ എന്നാണ് പറയുന്നത്. എയർ ലോഞ്ച്ഡ് എന്നാണ് ഇതിന്റെ അർത്ഥം. അതിന് 400 മുതൽ 450 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ പറ്റും. ഇത് ഈ പ്ലെയിൻ അടിയിലേക്ക് ഘടിപ്പിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയാണ് അത് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അത് എയർഫോഴ്സിന്റെ ഏകദേശം 200 എണ്ണം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ജനറേഷൻ ബ്രഹ്മോസ് NG വരുന്നുണ്ട്. നമ്മുടെ മിറാഷുകളിലും നമ്മുടെ ലോക്കലായിട്ടുള്ള ഇന്ത്യൻ തേജസ്, അത് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ അത് പിന്നെ ഈ മിറാഷിലേക്കും ഈ നമ്മുടെ തേജസ് ഫ്ലൈറ്റുകളിലേക്കും ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് അത്. അടുത്ത ഇന്ത്യൻ നേവിക്ക് നമ്മുടെ INS വിശാഖപട്ടണം, അതാണ് ഇപ്രാവശ്യം ചൈനയ്ക്കെതിരെ, ഇപ്രാവശ്യം പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയ കപ്പലിന്റെ പേര് INS വിശാഖപട്ടണം എന്നാണ്. അത് രാജ്പുത് ക്ലാസ്, തൽവാർ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡിസ്ട്രോയറിൽ നിന്നാണ് ഇത് പോയത്. അത് വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം ആണ്. അതിനകത്ത് അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഈ ഇൻക്ലൈൻഡ് ലോഞ്ചിങ് ഉണ്ട്. 450 മുതൽ 800 കിലോമീറ്റർ വരെ, അതായത് എക്സ്റ്റൻഷൻ കപ്പാസിറ്റി. ഈ ഏറ്റവും വലിയ ഫയർ പവർ ഉള്ളത് നേവിക്കാണ്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എയർഫോഴ്സിനും നേവിക്കും പിന്നെ ആർമിക്കും ആണെന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഈ നേവി ഇറങ്ങിയ പപ്പടം പൊടിയാക്കിക്കളെ. അപ്പൊ അത് നേവിയുടെ കയ്യിലാണ് ഏറ്റവും സ്ട്രോങ്ങർ ആയുധങ്ങളുള്ളത്. അത് കൂട്ടത്തോടെ ചെന്ന് നശിപ്പിക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ അതിന് ആന്റി ഷിപ്പ് അറ്റാക്കിനും പറ്റും, ആന്റി ലാൻഡ് അറ്റാക്കിനും പറ്റും. അതാണ് അതിന്റെ കാര്യം. നേവിയുടെ കയ്യിൽ ഇതുപോലത്തെ എക്സ്റ്റൻഡഡ് റേഞ്ച് ഉള്ള 220 പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ബ്രഹ്മോസ് ഉള്ളത് നേവിക്കാണ്. 220 എണ്ണം ഉണ്ടെന്നാണ് വയ്പ്. അപ്പോ ഇനി അടുത്ത വരുന്നുണ്ട്, ഇനി പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്. ബ്രഹ്മോസ് NG ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50% ഭാരം കുറവാണ്, 3.5 മാക് കപ്പാസിറ്റി ഉള്ളതാണ്, 350 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അത് നമ്മുടെ തേജസ് പ്ലെയിൻ, റഫേൽ, സബ്മറൈൻ, എല്ലാത്തിനും, സുഖോയ്, എല്ലാത്തിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. 2020, 25, 26 അതിന്റെ ടെസ്റ്റിംഗ് നടക്കും.
പിന്നെ 2027 അതിന്റെ പ്രൊഡക്ഷൻ നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇനി ഒരെണ്ണം ഭീകരമായ മറ്റൊരു സാധനം വരുന്നുണ്ട്, ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക്. അത് ആയി വരുന്നുള്ളൂ. അതായത് 8 മാക്, ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 ആണെങ്കിൽ ശബ്ദത്തിന്റെ 8 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ സാധനമുള്ളതാണ്. 1000 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ള ബ്രഹ്മോസ് മിസൈൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ സാധനം വരാൻ പോണത്. അത് 2026 കൂടി അതിന്റെ ടെസ്റ്റിംഗ് ആരംഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതോടുകൂടി ഇന്ത്യ വേറൊരു ലെവൽ ശക്തിയായി മാറും എന്നുള്ളത് ഇപ്പം ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇനി ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ അവരുടെ ഈ ടർക്കിഷ് നമുക്ക് ഇഷ്ടം പോലെ 350 ഡ്രോണുകൾ കൊടുത്തത്. ഇപ്പൊ ഇവരുടെ ഡ്രോൺ സെന്ററുകൾ, സൈബർ സംവിധാനങ്ങളെല്ലാം അടിച്ചു തകർക്കാൻ ഉപയോഗിച്ചത് ഈ ബ്രഹ്മോസ് ആണ്. 3 സേനകളും നമ്മുടെ ലാൻഡിൽ നിന്ന് വിക്ഷേപിച്ചു. ലാൻഡിൽ നിന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ വലിയ ട്രക്കുകളിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുക. ലാൻഡിൽ നിന്ന് വിക്ഷേപിച്ചു, സുഖോയിൽ നിന്ന് വിക്ഷേപിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ INS വിശാഖപട്ടണം എന്ന് പറയുന്ന കപ്പലിൽ നിന്നും ഇത് തൊടുത്തു വിട്ടു. 15ഓളം ബ്രഹ്മോസ് മിസൈലുകൾ തൊടുത്തു വിട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ പാകിസ്ഥാന്റെ 13 എയർബേസ് ആണ്. അതിനകത്ത് പ്രധാനപ്പെട്ട 11 എണ്ണവും തകർത്തു കളഞ്ഞു. അതിൽ ഈ പിന്നെ ചൈനയുടെ HQ-9 സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങൾ തകർത്തു കളഞ്ഞു. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു എവാക്സ് എന്ന് പറഞ്ഞാൽ ഏരിയൽ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതായത് ഈ ആകാശത്ത് പറന്ന് നടക്കുന്ന റഡാറാണ് എവാക്സ് എന്ന് പറയുന്നത്. ഇതൊരു ഭയങ്കര കഥയാണ് അതിനെപ്പറ്റി പറയുന്നത്. അതായത് ഈ ബൊലാരി എന്ന് പറയുന്ന എയർബേസിലോട്ട് ഇതിങ്ങനെ ഈ അവാക്സ് ചെന്നിറങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യ. ഈ അവാക്സ് വിമാനം ഈ ബൊലാരി എയർബേസിൽ ചെന്നിറങ്ങിയത് ഹാങ്കറിൽ കയറിയതും അടി നടന്നതും ഒരുമിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന ആ അവാക്സ് വിമാനം പോയി. അതവർക്ക് ഭയങ്കര അടിയാണ്. അപ്പൊ ഈ 4ാമത്തെ അടിയിൽ അത് പണി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ എയർഫോഴ്സ് ആയാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ ആർമി ആയാലും ശരി, എയർഫോഴ്സ് സുഖോയ് വിമാനത്തിലായാലും ശരി, നേവി INS വിശാഖപട്ടണത്തിൽ നിന്നായാലും ശരി, ഒരുമിച്ച് 15ഓളം മിസൈലുകൾ വളരെ ഷോർട്ട് ടൈമിൽ പടപടപടപടയെന്നാണ് സാധനം പോയി. സൈമിൾട്ടേനിയസ്ലി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിപ്പോയി. അതാണ് പാകിസ്ഥാനെ 48 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ്ലി പാരലൈസ് ചെയ്ത് കളഞ്ഞത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ആർമിയുടെ കയ്യിൽ 325 എണ്ണം ഉണ്ട്, എയർഫോഴ്സിന്റെ കയ്യിൽ ഏകദേശം 200 എണ്ണം ഉണ്ട്, 400 എണ്ണം നെക്സ്റ്റ് ജനറേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, നേവിയുടെ എക്സ്റ്റൻഡഡ് റേഞ്ചിലുള്ള 220 എണ്ണം ഉണ്ട്. മൊത്തം 745 ബ്രഹ്മോസ് മിസൈലുകൾ തൽക്കാലം ഉണ്ട്. ഓരോ വർഷവും ഏകദേശം നമുക്കൊരു 150 എണ്ണം 100 മുതൽ 120 എണ്ണം വരെ പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ പുതിയ ലക്നൗ പ്ലാന്റില് ഏകദേശം 150 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്, അവിടെ മാത്രം. അപ്പോ 745 മിസൈൽ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതിൽ 15 എണ്ണം മാത്രമാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് പാകിസ്ഥാനും തിരിച്ചറിയണം, ഈ ലോകവും തിരിച്ചറിയണം. അതായത് പിക്ചർ ഇന്നലെ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് പറഞ്ഞ പോലെ ഇത് ട്രെയിലർ ആയിരുന്നു, പിക്ചർ അഭി ബാക്കി ഹേ. അതായത് സിനിമ വരാൻ പോണേ ഉള്ളൂ, കളിക്കുന്നത് നോക്കിയും കണ്ടും കളിച്ചാൽ കൊള്ളാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഇതിനകത്ത് നമ്മള് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, വിയറ്റ്നാം ഓൾറെഡി നമ്മളുമായിട്ട് ധാരണ. ഇന്നിപ്പം ഓർഡറുകൾക്ക് വലിയ തള്ളാണ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ കൈക്കലാക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ. കാരണം ഇത് തടുക്കാൻ പറ്റാത്ത അസ്ത്രമാണ്. അപ്പൊ അതാണ് അതിന്റെ കാരണം. 2, നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മൊത്തത്തില് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലുതായിട്ട് കൂടിയിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളെങ്കിലും, ഇന്ത്യൻ ഡിഫൻസ് സെക്ടർ കമ്പനികൾ പബ്ലിക് ലിമിറ്റഡ്, അതായത് സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഡിഫൻസ് കമ്പനികളുടെ സ്റ്റോക്കുകൾ കുതിക്കുന്ന കുതിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലോകം അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടുകാര് ഇന്ത്യൻ സൈന്യത്തിലും സൈന്യത്തിന്റെ കപ്പാസിറ്റിയിലും ഇന്ത്യൻ ഡിഫൻസ് എക്യുപ്മെന്റിലും എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്ന്. അത് നിങ്ങൾക്ക് തന്നെ പോയി നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകൾ പബ്ലിക് സെക്ടർ കമ്പനി, പ്രൈവറ്റ് മാത്രമല്ല പബ്ലിക് സെക്ടർ കമ്പനികൾ എങ്ങനെയാണ്, ഞാനതിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുക, കാരണം എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പേര് പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ബ്രഹ്മോസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബ്രഹ്മോസ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇന്നത്തെ ഒരു പത്രത്തിൽ, മലയാളം പത്രം കരയുന്ന കേട്ടു,
കേരളത്തിലുണ്ടാക്കിയ ബ്രഹ്മോസിനെ ഒരു മറ്റുള്ള പ്രൈവറ്റ് കമ്പനികളുടെ കൂട്ടത്തിലാണ് കോമ്പറ്റീഷൻ. കേരളത്തിലുള്ളതും പ്രൈവറ്റ് തന്നെയാണ്. അവരാണ് അതിന്റെ തുടക്കം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അവർക്ക് കൊടുക്കണമെന്നില്ല. സർക്കാരിന്റെ നയം എന്ന് പറഞ്ഞാൽ ഏത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ഇന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോട് മത്സരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. അതായത് നിങ്ങൾ സർക്കാർ സാധനമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. നിങ്ങൾ പ്രൈവറ്റ് കമ്പനികളോട് മത്സരിച്ച് നിങ്ങൾക്ക് സാധനം താ, ഇതാണ് പറയുന്നത്. അത് വളരെ ബോൾഡ് മൂവ് ആണത്. അതായത് കുത്തുവാള എടുക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ സ്ഥാപനങ്ങൾ കുത്തുവാള എടുക്കാതിരിക്കാൻ വേണ്ടി സർക്കാരിന്റെ നയമാണത്. അപ്പൊ ഇതാണ് എനിക്ക് ബ്രഹ്മോസിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.